നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 26-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടിയും സംരക്ഷണവും വേണമെന്ന ആവശ്യം രാജ്യവ്യാപകമായിട്ട് ശക്തമാകുന്നതിനിടെ 2026 ജൂലൈ 27 തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പൊതുപരീക്ഷ ഭേദഗതി ബില്ല് 2026 അവതരിപ്പിക്കും. സഭയുടെ നിയമനിർമ്മാണ അജണ്ട പ്രകാരം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് 2024 പൊതുപരീക്ഷാ നിയമത്തിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ല് അവതരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് സഭയുടെ പരിഗണനയ്ക്ക് എടുത്ത് പാസ്സാക്കാനുള്ള നീക്കവും അദ്ദേഹം നടത്തും. ആഴ്ചകളോളം രാജ്യവ്യാപകമായിട്ടുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നിയമനിർമ്മാണവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനും സുതാര്യതയും പൂർണ്ണ ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനും ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്ന ആവശ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നതും ഈ നീക്കത്തിന് ആക്കം കൂട്ടി. അതിനിടെ പ്രതിഷേധക്കാരായിട്ടുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരീക്ഷാ സമ്പ്രദായത്തിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് അവർ രേഖാമൂലമുള്ള നിർദ്ദേശവും 5 പോയിന്റ് ചാർട്ടറും സമർപ്പിച്ചതായും കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പുതിയ UDF സർക്കാരിൻ്റെ ആദ്യ ഓണം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആഘോഷമാക്കാൻ നീക്കം. ജീവനക്കാരുടെ ജനുവരിയിലെ 2% DAയും പെൻഷൻകാരുടെ തത്തുല്യമായിട്ടുള്ള DR-ഉം ഓണം ബോണസിനും ഉത്സവബത്തയ്ക്കുമൊപ്പം അനുവദിച്ചേക്കും. ഈ വർഷം ജനുവരി മുതലുള്ള 7 മാസത്തെ DA കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ പണമായി നൽകാനും ആലോചനയുണ്ട്. ജീവനക്കാരുടെ ഒരു ക്ഷാമബത്തയ്ക്കും മുൻകാല പ്രാബല്യം നൽകിയിരുന്നില്ല. 2019 നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 നടപ്പാക്കിയത്. അന്ന് കുടിശ്ശികയുണ്ടായിരുന്ന 7% DA ശമ്പള പരിഷ്കരണത്തോടൊപ്പം ലയിപ്പിക്കുകയായിരുന്നു. 2025 ജൂലൈ വരെയുള്ള DA ഈ വർഷം ആദ്യം അനുവദിച്ചെങ്കിലും കുടിശ്ശിക നൽകിയിരുന്നില്ല. നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് 35% DA ആണ് ലഭിക്കുന്നത്. ജനുവരിയിലെ 2% കൂടി ചേരുമ്പോൾ ഇത് 37% ഉയരും. ജീവനക്കാർക്ക് DA നൽകാൻ 54.20 കോടി രൂപയും പെൻഷൻകാർക്ക് DR നൽകാനായിട്ട് 38.60 കോടി രൂപയും ഉൾപ്പെടെ പ്രതിമാസം 97.80 കോടി രൂപയുടെ അധിക ചെലവുണ്ടാകും. ഓണക്കാലത്ത് 7 മാസത്തെ കുടിശ്ശിക കൂടി നൽകാൻ 684.40 കോടി രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരും. അതേസമയം കേന്ദ്ര സർക്കാർ ഈ മാസം അവസാനത്തോടെ 3% ക്ഷാമബത്ത അനുവദിച്ചേക്കും. അങ്ങനെയെങ്കിൽ ഈ വർഷം അവസാനത്തോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA 40% വർദ്ധിക്കും. ശമ്പള പരിഷ്കരണം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന DA നിരക്കായിരിക്കും ഇത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ബാങ്കുകൾക്ക് പുറമെ പോസ്റ്റ് ഓഫീസ് പണമിടപാടുകൾക്കും ആദായനികുതി വകുപ്പ് പാൻ കാർഡ് നിർബന്ധമാക്കുന്നു. വർഷങ്ങളായിട്ട് പോസ്റ്റ് ഓഫീസ് പദ്ധതികളിൽ ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ നിക്ഷേപിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പുതിയ നിയമമാണിത്. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് വലിയ തുകയുടെ ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കിയത്. പോസ്റ്റ് ഓഫീസുകളിലെ നിക്ഷേപങ്ങൾക്കും പണം പിൻവലിക്കലിനുമൊക്കെ തന്നെ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ പുതിയ നിയമം ബാധകമാകും. ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. കൂടാതെ ഒരു സാമ്പത്തിക വർഷം നടത്തുന്ന ആകെ പണമിടപാടുകൾ 10 ലക്ഷം രൂപ കടന്നാലും പാൻ കാർഡ് നിർബന്ധമാണ്. PPF, അതോടൊപ്പം തന്നെ NSE, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ തുടങ്ങിയ പദ്ധതികളിൽ നിക്ഷേപമുള്ളവർ പാൻ കാർഡ് കൃത്യമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. വലിയ തോതിലുള്ള പണമിടപാടുകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതിനാണ് സർക്കാർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ SMAM പദ്ധതിയിലൂടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും കർഷകർക്ക് വൻ ആനുകൂല്യത്തോടെ കാർഷിക യന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഉപകരണങ്ങളുമൊക്കെ തന്നെ സ്വന്തമാക്കാവുന്നതാണ്. കർഷക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷാ വിതരണം നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. തെങ്ങ് കയറ്റ യന്ത്രം മുതൽ വലിയ ട്രാക്ടറുകൾ വരെ ഈ പദ്ധതിയിലൂടെ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭ്യമാകുന്നതാണ്. അഗ്രികൾച്ചറൽ മെഷീനറികൾ, വിളവെടുപ്പാനന്തര പ്രവർത്തനങ്ങൾക്കുള്ള യന്ത്രങ്ങൾ, വിള സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം തന്നെ ഈ പദ്ധതി പ്രകാരം സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് വ്യവസായങ്ങൾക്ക് വിധേയമായിട്ട് 40% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കുന്നതിനാൽ തന്നെ പകുതി വിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. കൂടാതെ കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ FPO, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവർക്ക് കസ്റ്റം ഹയറിംഗ് സെൻ്ററുകളൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിനായിട്ട് പദ്ധതി ചിലവിൻ്റെ 40% വരെ ധനസഹായം ലഭിക്കും.
യന്ത്രവൽക്കരണ തോത് കുറവുള്ള മേഖലകളിൽ ഫാം മിഷനറി ബാങ്കുകൾ സ്ഥാപിക്കുന്ന കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾക്ക് 80% നിരക്കിൽ പരമാവധി 24 ലക്ഷം രൂപ വരെ സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതാണ്. വനാവകാശ നിയമപ്രകാരം പട്ടയം ലഭിച്ച ഗുണഭോക്താക്കൾക്ക് എല്ലാ വിഭാഗത്തിലും 90% വരെ ഉയർന്ന സബ്സിഡിയും അനുവദിച്ചിട്ടുണ്ട്. വ്യക്തിഗത അപേക്ഷകരുടെ എണ്ണം അനുവദിച്ച ലക്ഷ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ അഗ്രി മിഷനറി പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ സംവിധാനം വഴി സുതാര്യമായിട്ടും അതോടൊപ്പം തന്നെ നീതിപൂർവമായിട്ടും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കും. പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള പ്രവർത്തനങ്ങൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാങ്ക് ആൻഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് നടപ്പിലാക്കുന്നത്. അംഗീകൃത ബാങ്കുകളിൽ നിന്നും വായ്പ ലഭ്യമാക്കുന്ന ഗുണഭോക്താക്കൾക്ക് നിശ്ചിത സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അനുവദിക്കും. അതിനാൽ തന്നെ അർഹരായിട്ടുള്ള എല്ലാ കർഷകരും കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസുമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വൃക്ക, ക്യാൻസർ അതോടൊപ്പം തന്നെ ക്ഷയ രോഗങ്ങൾക്കുള്ള പ്രതിമാസ പെൻഷൻ തുക 1000 രൂപയിൽ നിന്ന് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രോഗചികിത്സാ വേളയിൽ ആശ്വാസമായിട്ട് ലഭിക്കുന്ന ഈ ധനസഹായത്തിന് യോഗ്യരായവർ ഓരോ വർഷവും അപേക്ഷ പുതുക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ക്യാൻസർ, വൃക്കരോഗം അല്ലെങ്കിൽ ക്ഷയരോഗം ബാധിക്കുകയാണെങ്കിൽ ഈ തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കും. എന്നാൽ ഉയർന്ന ക്ഷേമ ബോർഡ് പെൻഷനുകളോ മറ്റ് സർക്കാർ പെൻഷനുകളോ ലഭിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാവില്ല. മുൻപ് 3-4 മാസത്തിലൊരിക്കൽ കുടിശ്ശികയായി ലഭിച്ചിരുന്ന ഈ ധനസഹായത്തിന് അർഹരായവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ നൽകാനായിട്ട് അവരെ ഓർമ്മിപ്പിക്കുകയും ഈ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ജൂലൈ മാസത്തിലെ 2000 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 24-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് തുക എത്തുന്നതിൽ ഇന്നലെ 4-ാം ശനിയാഴ്ചയും അതോടൊപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയും അവധിയായതിനാൽ തന്നെ ചെറിയ താമസം നേരിട്ടേക്കാം. എങ്കിലും തിങ്കളാഴ്ചയോടെ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിച്ചിരുന്നതാണ്. നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തുകയും ചൊവ്വാഴ്ച മുതൽ ജീവനക്കാർ വീടുകളിലെത്തിച്ച് തുക വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ്. വരുന്ന 3-ാം തീയതിക്കുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശമുള്ളത്. കൂടാതെ NSAP കേന്ദ്ര വിഹിതം ലഭിക്കുന്ന 8 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ തുകയിൽ 200, 300, 500 രൂപയുടെയൊക്കെ കുറവ് വന്നത് അതാകട്ടെ 1500 അല്ലെങ്കിൽ 1700, 1800 രൂപ വീതം ലഭിച്ചത് അത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഏകദേശം 23 കോടി രൂപ മുൻകൂറായിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ ഈ കുറഞ്ഞ തുക അടുത്ത ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിതരണം ചെയ്യുന്നതാണ്. ഓണം പ്രമാണിച്ച് അടുത്ത പെൻഷൻ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നും സാധാരണ 24-25 തീയതികളിൽ ആരംഭിക്കുന്ന വിതരണം ഇത്തവണ ഓണത്തിന് മുൻപായി തന്നെ പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തേത് കൂടി മുൻകൂറായിട്ട് ചേർത്തുകൊണ്ട് 4000 രൂപ വരെ ഒന്നിച്ച് ലഭിക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ വർധനവ് രേഖപ്പെടുത്തി. 2026 ജൂലൈ 25 ശനിയാഴ്ച 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 55 രൂപ കൂടി 13,285 രൂപയിലും പവന് 440 രൂപ കൂടി 1,06,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ രാവിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.